ഹായ് ഓൾ, ഇന്ന് നമ്മൾ സർക്കിൾസ് ആണ് പഠിക്കുന്നത്. എ സർക്കിൾ ഈസ് എ കളക്ഷൻ ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ വിച്ച് ആർ ഇക്വിഡിസ്റ്റന്റ് ഫ്രം എ ഫിക്സഡ് പോയിന്റ് ഇൻ ദ പ്ലെയിൻ. എന്താ പറയുന്നത്? സർക്കിൾ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഇങ്ങനെ പോയിന്റ്സ് ഉണ്ട്, ഒരു കളക്ഷൻ ഓഫ് പോയിന്റ്സ് വിച്ച് ആർ ഇക്വിഡിസ്റ്റന്റ്. ഈ ഡിസ്റ്റൻസും ഒക്കെ എല്ലാ ഡിസ്റ്റൻസും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ഈ ഡിസ്റ്റൻസ് ഒക്കെ ഈക്വൽ ആണെങ്കിൽ ഈ ഇതിനെയാണ് നമ്മൾ സർക്കിൾ എന്ന് പറയുന്നത്. സർക്കിൾ ഈസ് എ കളക്ഷൻ ഓഫ് ഓൾ പോയിന്റ്. ഇവിടെ ഒക്കെയുള്ള പോയിന്റ്സിന്റെ കളക്ഷനെ നമ്മൾ വിച്ച് ആർ ഇക്വിഡിസ്റ്റന്റ് ഫ്രം എ ഫിക്സഡ് പോയിന്റ്. ഫിക്സഡ് പോയിന്റ് നിന്ന് ഇക്വിഡിസ്റ്റന്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സിന്റെയും കളക്ഷനെയാണ് നമ്മൾ സർക്കിൾ എന്ന് പറഞ്ഞത്. അപ്പൊ ഫിക്സഡ് പോയിന്റ് നിന്ന് നമ്മൾ എന്ത് വിളിക്കും? സെന്റർ ഓഫ് സർക്കിൾ എന്ന് പറയും. ഈക്വൽ ഡിസ്റ്റൻസിന് നമ്മൾ എന്ത് പറയും? റേഡിയസ് ഓഫ് സർക്കിൾ എന്ന് പറയും. ആംഗിൾ സബ്റ്റൻഡഡ് ബൈ എ കോർഡ് ഓർ എ പോയിന്റ് ആണ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത്. അതിനു മുന്നേ നമുക്ക് ഒരു ലൈൻ സെഗ്മെന്റ് എടുക്കാം. എ ബി എന്ന് പറഞ്ഞിട്ടുള്ളത്. എ ബി പറഞ്ഞ ലൈൻ സെഗ്മെന്റ് ഒരു പോയിന്റ് പിയില് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എത്രയാ വെച്ചാൽ എ പിയും ബി പിയും കണക്ട് ചെയ്താൽ ഈ ആംഗിൾ ആണ് ആംഗിൾ സബ്റ്റൻഡഡ് ബൈ എ ലൈൻ സെഗ്മെന്റ് എ ബി ഓൺ പോയിന്റ് പി എന്ന് പറയാം. അതേപോലെ നമുക്ക് എന്ത് പറയാം? ഇത് നമ്മളുടെ സർക്കിൾ ആണെന്ന് വിചാരിച്ചോളൂ. അതിൽ നമുക്ക് പി ക്യൂ എന്ന് പറഞ്ഞ ഒരു കോഡ് ഉണ്ട്. പി ക്യൂ എന്ന് പറഞ്ഞ ഒരു കോഡ് ഉണ്ട്. ഇതില് പി എ ക്യൂ എന്ന് പറഞ്ഞത് ഇതിന്റെ ഈ സർക്കിളിന്റെ മേജർ ആർക്ക് എന്നാ പറയാം. പി എ ക്യൂ ഈസ് മേജർ ആർക്ക് എന്നാണ് പറയാം. അതേപോലെ പി ബി ക്യൂനെ നമുക്ക് എന്ത് പറയാം? ഈസ് മൈനർ ആർക്ക്. ഇതാണ് നമ്മളുടെ മൈനർ ആർക്ക്, ഇത് നമ്മളുടെ മേജർ ആർക്ക്. ഓക്കെ, പി ക്യൂ പറഞ്ഞ കോഡ് ഉണ്ട്. ഈ കോഡ് ആ സർക്കിളിൽ ക്രിയേറ്റ് ചെയ്യുന്ന, ആ സർക്കിളിലത്തെ ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളിനെയാണ് നമുക്ക് ആംഗിൾ സബ്റ്റൻഡഡ് ബൈ എ കോഡ് ഓൺ എ പോയിന്റ് എന്ന് പറയുന്നത്. എ പറഞ്ഞ പോയിന്റിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ എ കോഡ് പി ക്യൂ ഓൺ പോയിന്റ് എ എന്ന് പറയാം. അതേപോലെ നമുക്ക് എന്ത് പറയാം? ആംഗിൾ സബ്റ്റൻഡഡ് ബൈ കോഡ് പി ക്യൂ ഓൺ സെന്റർ. ഏതാ? ആംഗിൾ സബ്റ്റൻഡഡ് ബൈ പി ക്യൂ ഓൺ സെന്റർ ഓഫ് ദ സർക്കിൾ. എത്രയാ? ആംഗിൾ പി ഒ ക്യൂ. ആംഗിൾ സബ്റ്റൻഡഡ് ബൈ കോഡ് പി ക്യൂ ഓൺ സെന്റർ ഓഫ് ദ സർക്കിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ പി ഒ ക്യൂ ആണ്. നമുക്ക് ആദ്യത്തെ തിയറം നോക്കാം. ഈക്വൽ ക്വാഡ്സ് ഓഫ് എ സർക്കിൾ സബ്റ്റൻഡ് ഈക്വൽ ആംഗിൾസ് അറ്റ് ദ സെന്റർ. എന്താ പറയുന്നത്? ഈക്വൽ ക്വാഡ്സ്, രണ്ട് ഈക്വൽ ക്വാഡ്സ് തന്നിട്ടുണ്ട്. എ ബിയും പി ക്യൂ എന്ന് പറഞ്ഞ രണ്ട് ഈക്വൽ ക്വാഡ്സ് തന്നിട്ടുണ്ട്. അത് ഒരു സർക്കിളിൽ ഈക്വൽ ആംഗിൾസ് ആണ് സെന്ററിൽ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. എന്താന്ന് നോക്കാം. ഇതാണ് നമ്മളുടെ സർക്കിള്. അതായത് എ ബി എന്ന് പറഞ്ഞതും പി ക്യൂ എന്ന് പറഞ്ഞതും എ ബി പി ക്യൂ, സെന്ററിൽ ഒ എ ബിയും പി ക്യൂ സെന്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എ ബി ഈക്വൽ ടു പി ക്യൂ എന്ന് നമുക്കറിയാം, തന്നിട്ടുണ്ട്. എന്താ? ഈക്വൽ ക്വാഡ്സ് ഓഫ് എ സർക്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ നമുക്ക് അറിയുന്നത്? ഒ എ ഈക്വൽ ടു ഒ പി ആണ്. റേഡിയൈ എന്ന് പറയാം. ഒ എ ഈക്വൽ ടു ഒ പി എന്ന് പറഞ്ഞാൽ റേഡിയൈ. അതേപോലെ ഒ ബി ഈക്വൽ ടു ഒ ക്യൂ എന്ന് പറയാം. അതും എന്താ? റേഡിയൈ ആണ്. അപ്പൊ നമുക്ക് ആ ട്രയാങ്കിൾ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുമ്പോൾ ട്രയാങ്കിൾ എ ഒ ബി കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ പി ഒ ക്യൂ എന്ന് പറയാം. ട്രയാങ്കിൾ എ ഒ ബി കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ പി ഒ ക്യൂ. കോൺഗ്രുവന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇംപ്ലൈസ് ആംഗിൾ എ ഒ ബി ഈക്വൽ ടു ആംഗിൾ പി ഒ ക്യൂ എന്ന് പറയാം. അതായത് നമുക്ക് ഈക്വൽ ക്വാഡ്സ് ഓഫ് എ സർക്കിൾ സബ്റ്റൻഡ് ഈക്വൽ ആംഗിൾസ് അറ്റ് ദ സെന്റർ. നമുക്ക് അടുത്ത തിയറം നോക്കാം. ഇഫ് ദ ആംഗിൾസ് സബ്റ്റൻഡഡ് ബൈ ദ ക്വാഡ്സ് ഓഫ് എ സർക്കിൾ അറ്റ് ദ സെന്റർ ആർ ഈക്വൽ, then the chords are equal. നമുക്ക് എന്താ തന്നിട്ടുള്ളത്? രണ്ട് ക്വാഡ്സ് സെന്ററിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ സെയിം ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ക്വാഡ്സ് ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതെങ്ങനെ ചെയ്യാം?
നേരത്തെ വരച്ച പോലെ നമുക്ക് വരയ്ക്കാം. AB PQ എന്ന് വരയ്ക്കാം. അത് സെന്ററിലേക്ക് ജോയിൻ ചെയ്യാം. സെന്റർ O ആയിട്ട് എടുത്തിട്ട് സെന്ററിലേക്ക് ജോയിൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? കൺസിഡർ ട്രയാങ്കിൾ AOB ആൻഡ് ട്രയാങ്കിൾ POQ. ആ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്താം? AOB ഈക്വൽ ടു ആംഗിൾ POQ. എന്താ കാരണം? തന്നിട്ടുണ്ട്. ഈക്വൽ ആംഗിൾസ് സബ്റ്റൻഡ് ചെയ്യുന്നതെന്ന് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്ത് പറയാം? AO ഈക്വൽ ടു PO, BO ഈക്വൽ ടു QO എന്ന് പറയാം. BO ഈക്വൽ ടു OQ. കാരണം എന്താ? റേഡിയൈ ആണ്. അപ്പൊ നമുക്ക് രണ്ട് സൈഡും കിട്ടി, ഈ സൈഡും ഈ സൈഡും കിട്ടി, ഈ സൈഡും ഈ സൈഡും കിട്ടി, അതിന്റെ ഇടയിലുള്ള ഇൻക്ലൂഡഡ് ആംഗിളും കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ AOB കോൺഗ്രുവന്റ് ട്രയാങ്കിൾ POQ. ഏത് റൂളാ? SAS റൂൾ. SAS റൂൾ വെച്ച് അത് കോൺഗ്രുവന്റ് ആണെന്ന് പറഞ്ഞു. കോൺഗ്രുവന്റ് ആണെങ്കിൽ എന്താ? ഇംപ്ലൈസ് AB ഈക്വൽ ടു PQ. എന്താ കാരണം? കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾ CPCT